റിബൽ മൂൺ പാർട്ട് 2 ദിസ് കാർഗോർ ഈസ് വൺ ഓഫ് ദി വേഴ്സ്റ്റ് മൂവീസ് ഓഫ് സാക്ക് സ്നൈഡർ. ഒരു സ്നൈഡർ ചിത്രം എന്ന രീതിക്ക് ഒരു വട്ടം ഒന്ന് കണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫിലിമോഗ്രഫിയിലെ ഏറ്റവും വീക്കസ്റ്റ് മൂവിയാണെന്ന് പറയാം. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ സിനിമയിൽ. ഫസ്റ്റ് പാർട്ടിലൂടെ നിർത്തേണ്ട ഒരു കഥയെ വെറുതെ വലിച്ചു നീട്ടി സെക്കൻഡ് പാർട്ടിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ട ആ ഒരു മെയിൻ ആൻറ്റഗോണിസ്റ്റ് ക്യാരക്ടറിൻ്റെ റീ അവേക്കനിങ്, ദെൻ ആ ഒരു ക്യാരക്ടർ റിവെഞ്ചറായിട്ട് വരുമ്പോൾ ഇവരെങ്ങനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സിനിമ. അതിൽ വേണമെങ്കിൽ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ചെറിയ രീതിയിലുള്ള ഒരു അഡ്വഞ്ചർ മോഡാണ്, കുറച്ച് ക്യാരക്ടേഴ്സ് എങ്ങനെ ഗ്രൂപ്പ് അപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു റെസിസ്റ്റൻസ് മാത്രമാണ് ഇതിൽ കാണിക്കുന്നത്. ആൻഡ് അതും വളരെയധികം ക്ലീഷേഡാണ്, വളരെ പ്രെഡിക്റ്റബിൾ ആണ്. ഒരു 10, 15, 20 കൊല്ലം മുമ്പുള്ള ഹോളിവുഡ് ചിത്രങ്ങൾ നമ്മൾ കാണുന്നു അതേ പ്ലോട്ട് തന്നെയാണ് സിനിമയിൽ. ആൻഡ് സ്നൈഡർ ഈ സിനിമയോട് ആകെ ഉദ്ദേശിച്ചിട്ടുള്ളത് വിഷ്വലി അല്ലെങ്കിൽ നമുക്ക് മേക്കിങ്ങിൽ പിടിക്കാം എന്ന രീതിയിൽ ആൾക്കാരോട് പറഞ്ഞിട്ടായിരിക്കും ഈ സിനിമ എടുത്തിട്ടുണ്ടാവുക. മേക്കിംഗ് ഇതിൻ്റെ രസമുണ്ട്. ഞാൻ ഫസ്റ്റ് പാർട്ടി പറഞ്ഞ പോലെ തന്നെ അതേപോലത്തെ മേക്കിംഗ് തന്നെയാണ്. പക്ഷേ ഫുൾ സ്ലോ മോഷൻ സീക്വൻസുകളും ഈ പറയുന്ന വളരെ ഫ്രെയിം റേറ്റ് കൂടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് സിനിമയിലുള്ളത്. പക്ഷേ അത് മാത്രം കൊണ്ട് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈങ് മൂവി എക്സ്പീരിയൻസ് തരുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇതെത്ര ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റ് സ്നൈഡർ ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ട് തോന്നും. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വട്ടം കണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതും കണ്ടിരിക്കാൻ കുറച്ച് കഷ്ടമാണ്. കാരണം അടുത്ത സീൻ എന്താണെന്നോ അല്ലെങ്കിൽ അടുത്ത ഡയലോഗ് എന്താണെന്ന് നടക്കാൻ നമുക്കറിയാം. അത്രയും വീക്കായിട്ട് എഴുതിയിട്ടുള്ള സാധനങ്ങളായിട്ട് നമുക്ക് തോന്നും. ദെൻ സീൻ ബൈ സീൻ സീക്വൻസുകൾ ഇത് എങ്ങോട്ട് പോകും, അടുത്ത് എന്താകും, ഈവൺ അതിൻ്റെ എൻഡിങ് അടക്കം വളരെ പൂറായിട്ട് എനിക്ക് തോന്നി. ഒരു പഞ്ചില്ലാത്ത, ഒരു ഗുമ്മില്ലാത്ത, ഒരു നനഞ്ഞ പടക്കം പോലൊരു പടമാണ്. പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവരെ നിൽക്കാൻ. ഒരുപാട് വലിയ സ്കെയിലാണ്, ഒരു സ്റ്റാർ വാർ ലെവൽ സ്കെയിലൊക്കെയാണ് ഈ സാധനം എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ സ്കെയിലും ആ ഒരു മാഗ്നസ്കോപ്പൊക്കെ ആവേണ്ട ഒരു സാധനമാണ്. പക്ഷേ സ്നൈഡർ ഉദ്ദേശിച്ച പോലെ ഇതിൽ വർക്കൗട്ട് ആയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടെങ്കിൽ തന്നെ ഒരു 15 കൊല്ലം മുമ്പാണ് മൂപ്പര് ഇത് എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ നല്ല വർക്കുകളായിട്ട് നമുക്ക് കണക്കൂട്ടാം. ഇത് കുറച്ച് അതേപോലെ ഒരു പഴഞ്ചൻ പടമായിട്ട് തോന്നുന്ന ഒരു സിനിമയാണ് സെക്കൻഡ് പാർട്ട്. കമ്പയർഡ് ടു ഫസ്റ്റ് പാർട്ട് കുറച്ചും കൂടി വീക്കാണ്. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു വട്ടം വേണമെങ്കിൽ കണ്ടിരിക്കുക. സോ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഈ ഒരു പടം. ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.